താൽക്കാലിക വിസി നിയമനത്തിൽ ഗവർണർക്ക് തിരിച്ചടി. ഡിജിറ്റൽ സർവകലാശാല വിസി ഡോക്ടർ സിസ തോമസ്, സാങ്കേതിക സർവകലാശാല വിസി ഡോക്ടർ കെ ശിവപ്രസാദ് എന്നിവരുടെ നിയമനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് വിധി ഡിവിഷൻ ബെഞ്ച് ശരിവച്ചു. ഗവർണറുടെ അപ്പീൽ തള്ളിയാണ് കോടതി നടപടി. സ്ഥിരം വിസി നിയമനം നീളുന്നത് കുട്ടികളെ ബാധിക്കുമെന്ന് കോടതി നിരീക്ഷിച്ചു. താൽക്കാലിക വിസിയുടെ കാലാവധി 6 മാസത്തിൽ കൂടരുതെന്നും ഡിവിഷൻ ബെഞ്ച് ഉത്തരവിൽ വ്യക്തമാക്കി. ഗവർണർ നടത്തിയത് നിയമവിരുദ്ധ നടപടിയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പ്രതികരിച്ചു. ഗവർണർ നടത്തിയ നിയമവിരുദ്ധമായ നടപടി കോടതി തള്ളിയിരിക്കുകയാണ്. കുറേ കാലങ്ങളായിട്ട് ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എന്നാണ് നിരന്തരം ലഭ്യമാകുന്ന കോടതി വിധികൾ സൂചിപ്പിക്കുന്നത്. സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ചാൻസലർക്ക് അധികാരങ്ങളുണ്ട്. പക്ഷേ ആ അധികാര പരിധിക്ക് അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. വിവരങ്ങളുമായി നവമി ദിനേശ് കൊച്ചിയിൽ നിന്ന്. നവമി, സർക്കാരിനെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു വിധിയാണ്. അതേസമയം ഇത്ര അധികം താൽക്കാലിക വിസിമാരുള്ള കേരളത്തിൽ ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. ഗവർണറുടെ ഈ അപ്പീൽ തള്ളിയത്. എന്തൊക്കെയാണ് വിധിയുടെ വിശദാംശങ്ങൾ? ശ്രീജ, കഴിഞ്ഞ ദിവസമായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഗവർണറുടെ ഹർജിയെ തള്ളിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് വന്നത്. ഈ ഹർജി, സിംഗിൾ ബെഞ്ചിന്റെ ഹർജിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയായിരുന്നു ഗവർണർ. എന്നാലും സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെ ശരിവെച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് തന്നെയാണ് ഇപ്പോൾ, വിധി തന്നെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. ഹൈക്കോടതി പ്രധാനമായും പറഞ്ഞത് സംസ്ഥാന സർക്കാരിന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ മാത്രമേ ഈ വിസി ആയി നിയമിക്കാൻ കഴിയുകയുള്ളൂ. ഇതിൽ സാങ്കേതിക സർവകലാശാല വിസി ആയിട്ടുള്ള ഡോക്ടർ കെ ശിവപ്രസാദിന്റെയും ഡിജിറ്റൽ സർവകലാശാല വിസി ആയിട്ടുള്ള ഡോക്ടർ സിസ തോമസിന്റെയും നിയമനം ചോദ്യം ചെയ്തുകൊണ്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിലായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഈ സുപ്രധാന വിധി. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ ആശ്വാസകരവും ഗവർണറെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയുമാണ് ഇപ്പോൾ ഈ വിധിയോടുകൂടി വന്നിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് കടുക്കുന്ന രീതിയിലേക്ക് വന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു വിധി ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നത്. മുൻ ഗവർണറായിട്ടുണ്ടായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനായിരുന്നു ഈ ഒരു ഹർജിയുമായി, ഇവരുടെ നിയമനവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി അടക്കം സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിനായിരുന്നു കഴിഞ്ഞ ദിവസം സിംഗിൾ ബെഞ്ചിന്റെ തിരിച്ചടി ഉണ്ടായത്, ഉത്തരവുണ്ടായത്. അതിനെ ശരിവെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചും ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ തവണ സിംഗിൾ ബെഞ്ച് പറഞ്ഞത് തൽക്കാലം ഈ വിസിമാരെ, 2 വിസിമാരെയും പുറത്താക്കുന്നില്ല, പകരം അവരുടെ കാലാവധി ഏകദേശം കഴിയാറായി, അവർ സ്വയമേ പോകട്ടെ എന്നൊരു നിലപാടിലായിരുന്നു. പക്ഷെ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു ഗവർണർ വീണ്ടും ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. അവിടെ കൂടി തിരിച്ചടി കിട്ടുന്ന സാഹചര്യത്തിൽ ഇനി ഏത് രീതിയിലായിരിക്കും സംസ്ഥാന സർക്കാർ ഇരുവരെയും വിസി നിയമനത്തിൽ ഇനി എന്താണ് കടുത്ത നടപടികളിലേക്ക് പോകുക എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.